പൈസൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് പോകുന്നത് കാ ഫെസ്റ്റ് കാണാനാണ്. കാ ഫെസ്റ്റ് മാതൃഭൂമി ഹോസ്റ്റ് ചെയ്യുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലാണ്. ഇത് നടക്കുന്നത് വെന്യൂ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള കനകക്കുന്ന് പാലസിൻ്റെ സറൗണ്ടിങ്സിലാണ്. അങ്ങനെ ഞങ്ങൾ വെന്യൂലെത്തിയിരിക്കുകയാണ്. ഗായത്രിയെ മീറ്റ് ചെയ്തു ഞാൻ. അപ്പം ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന കനകക്കുന്നാണ്. ഇതാണ് കനകക്കുന്ന് പാലസ്. അതിൻ്റെ ഫ്രണ്ടിലും ചുറ്റുമൊക്കെ കുറേ സ്റ്റേജിൽ ഇതുപോലെ കുറച്ച് ടോക്ക് ഷോസും ഒക്കെ നടക്കുന്നുണ്ട്. ഇനി കുറച്ച് നിങ്ങൾക്ക് കാ ഫെസ്റ്റിൻ്റെ വിഷ്വൽസ് കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ മാപ്പ് കേട്ടോ. ഇന്ന് നമുക്കൊരു മാപ്പ് കിട്ടിയിട്ടുണ്ട്. പ്ലസ് ഓരോ പ്രോഗ്രാമിൻ്റെ ഷെഡ്യൂളും ലൈക്ക് ബിനാലയിലുള്ള പോലെ അതുപോലെ IFFKയിലുള്ള പോലെ നമുക്കൊരു ചാർട്ടുണ്ട്. ദാറ്റ് ഈസ് വെരി ഹെൽപ്ഫുൾ. അപ്പോൾ ഞാനത് നോക്കിയിരിക്കുന്ന പ്രോഗ്രാംസ് 5 മണിക്കുള്ള വെറും വാഴയല്ല. നമ്മുടെ ഹാഷറൻ ടീമിനെ കാണാൻ ഞാൻ വെയിറ്റിംഗ് ആണ്. RJ മാഹിനാണ് അവർക്ക് വേണ്ടിയിട്ട് മോഡറേറ്ററായിട്ടിരിക്കുന്നത്. സോ അതിനാണ് ഞാൻ വെയിറ്റിംഗ്. അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത്. ഹാഷർ ഫാൻ അസംബിൾ. അപ്പം ബാക്കി ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. കഥാപാത്രം പോലെ ഇരിക്കുകയാണ്. എന്താണ് ഇവിടെ എൻ്റെ റോളെന്ന് എനിക്കൊരു പിടിയും കിട്ടിയിട്ടില്ല. പിന്നെ കാണുന്നതും സിനിമയുടെ ഭാഗമാണല്ലോ. നമ്മളൊക്കെ ഉണ്ടെങ്കിൽ ഈ സിനിമയുള്ളൂ. അപ്പോൾ ക്യാമ്പസ് അതല്ല, സിനിമയിലെ ക്യാമ്പസ് അല്ല. അതൊരു മറ്റൊരു തലത്തിൽ നിന്നുകൊണ്ട് നോക്കി കാണുന്ന ഒരു ക്യാമ്പസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ റീവാച്ചബിൾ ആയിട്ടുള്ള സിനിമകൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇപ്പോൾ സതയം എന്നുള്ളൊരു സിനിമ അത് അല്ലെങ്കിൽ തൂവാനത്തുമ്പികൾ പോലെയുള്ള സിനിമകൾ അല്ലെങ്കിൽ 80കളിലൊക്കെ കുറേ സിനിമകൾ എപ്പോൾ കണ്ടാലും, പക്ഷെ ഇപ്പോൾ പോലും കണ്ടാലും ഭാർഗവി നിലയം എന്നുള്ള ഞാൻ നേരത്തെ പരാമർശിച്ചതിൻ്റെ ഭാഗമായിട്ട് പറയുകയാണ്. ആ ഭാർഗവി ഇതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. So ഇതിലിപ്പം ആണോ? ഓക്കെ, സർപ്രൈസ് ആണല്ലേ. അടിപൊളി. അഫ്രി ഭയങ്കര സന്തോഷം. step aside. Please appreciate that the beautifully vegetarians and nonsense. It's Sunday, summer, and all of that. We decided And to join yourself. എനിക്കും സാരിയാണോ? പോസിറ്റീവ് ആവശ്യമുണ്ട് സാർ. Thank you so much guys. Thank you everyone for being here. So see, as far as I see it, your vote is your last weapon in the hands of the activist. ഒന്നിനകത്ത് നടക്കാൻ കുറച്ചുണ്ട്. അപ്പം അതിന് വേണ്ടി തന്നെ ഒരു ടാക്സി ഓട്ടോ ഇത് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് ഫസ്റ്റ് ഡേ ഇനോഗ്രേഷൻ അന്ന് മോഹൻലാൽ ഇതുപോലെ ഓട്ടോയിൽ സഞ്ചരിച്ചായിരുന്നു. ഇപ്പം ഞങ്ങൾ സഞ്ചരിക്കുന്നത് വലിയ മാറ്റങ്ങളിലോട്ടൊക്കെ എന്താ ഒരു വർഷത്തെ പ്രോസസ്സാണ് വാഴ ആ സമയത്ത്. അപ്പോൾ അവർ വന്നപ്പം അവർക്ക് ഭയങ്കര ഒരു പേടി, കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ആദ്യം എടുത്തത് സിനിമയ്ക്കാണ്ടിയാണ് ആദ്യം എടുത്തത്. ആദ്യം നമ്മൾ കൂടി നോർമലി എടുത്തു. പിന്നെ ഞാൻ ഓൺ വോയിസിലാണ് ഒരു പാട്ട് പാടിയത്. അപ്പൊ എന്റെ കണ്ണൻ എത്ര കറുപ്പ് നിറമാണ് പാടിയത്, അത്ര അല്ലേ പാടിയത്. അതിനുശേഷം പാടിയില്ല. അടുത്താണ് താങ്ക് യു. വിനായകൻ. അത് എല്ലാത്തിലും ഉണ്ടല്ലേ? വിനായകൻ.
മനോഹരമായ ഒരു ദിവസത്തിന് ശേഷം ഞങ്ങൾ ഇന്ന് ദിവസം അവസാനിപ്പിക്കുവാണ്. ലാസ്റ്റ് തകരയുടെ ബാൻഡാണ്, പക്ഷെ അത് കാണാൻ നിൽക്കുന്നില്ല, കാര്യം ഓൾറെഡി ഭയങ്കര ലേറ്റ് ആവും. അപ്പോൾ ഇന്ന് ഒരുപാട് പേരെ നമ്മൾ കണ്ടല്ലേ. ഹാഷിർ ഞാൻ ടീമിനെ കണ്ടു. പിന്നെ ആരൊക്കെയാണ് കണ്ടത് ഓർക്കാൻ കൂടി കഴിയുന്നില്ല. മറ്റേ എസ്തെറ്റിക് കുഞ്ഞമ്മ ദ ഫൗണ്ടർ അരുൺ അജികുമാറിനെ കണ്ടു. ഡെലുലു കുട്ടി, റിയ ഷിബു അവരെ കണ്ടു. അങ്ങനെ ഒത്തിരി പേര്, രമേശ് പിഷാരടിയെ കണ്ടു. അപ്പോൾ ഈ കണ്ടവരെ ഒക്കെ ഇവരെയൊക്കെ കാണാൻ കിട്ടുന്ന ഒരു ഭയങ്കര ഒരു നല്ല മൂമെൻ്റ് ആയിരുന്നു കാ ഫെസ്റ്റ്. ആൻഡ് ഇറ്റ് ഇസ് റിയലി ഓസം. വായിക്കുന്നവർക്കൊക്കെ വന്ന് കുറേ ബുക്സ് മേടിക്കാനും ഒക്കെ ഉള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഞാൻ ജോസഫ് അനൻകുട്ടി ജോസിൻ്റെ ബുക്ക് പ്രീ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ വ്ലോഗ് ഇവിടെ റാപ്പ് ചെയ്യാം. കാ ഫെസ്റ്റ് ഫെബ്രുവരി 1 വരെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ അന്ന് വരെ ഇല്ല, ഈ ഒരു വീക്കെൻഡ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇനി അടുത്ത വർഷത്തെ കാ ഫെസ്റ്റിന് വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ് ആണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഗായത്രി ഇന്നത്തെ എക്സ്പീരിയൻസ്? സൂപ്പർ, അൺഎക്സ്പെക്റ്റഡ്. എനിക്കും ഒരുപാട് ഫസ്റ്റ് ടൈമുകൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അതുപോലെ ഈ വർഷവും നമുക്ക് ഇതുപോലെ ആക്റ്റീവായിട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ താല്പര്യപ്പെടുന്നത്. ഇനിയും ഇതുപോലത്തെ ഇതൊക്കെ വരുമ്പം ആക്ച്വലി നമ്മൾ TV മാത്രം കണ്ട് ഫോണിൽ മാത്രം കണ്ടവരൊക്കെ ലൈവിൽ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. ഇന്നലത്തെ നരേഷ് അയ്യറിൻ്റെ ഷോ വാസ് വൺ ഓഫ് ദാറ്റ് മൂമെൻറ്റ്. നമ്മളിങ്ങനെ കേട്ടിരുന്ന പാട്ടുകളും ഒക്കെ കേട്ടവരെ ലൈവായിട്ട് നമ്മളെപ്പോഴും വീഡിയോസിൽ കാണുമ്പോൾ നമുക്ക് ആ ലൈവ് എക്സ്പീരിയൻസ് വരത്തില്ല. നമ്മൾ പലരും കേൾക്കുന്നതും പലരുടെയും കമന്റ്സേ കാണത്തുള്ളൂ. പക്ഷെ ലൈവ് എക്സ്പീരിയൻസ് ഇറ്റ്സ് സംതിങ് ഓസം. അത് ഇനി ഒരിക്കൽ അവരൊക്കെ കാണാൻ അത് ട്രാൻഡ്രം പോലത്തെ സിറ്റി പറ്റുമെന്നുള്ളതൊന്നും അറിയത്തില്ല. പക്ഷേ ഒരു അതെ, ആ ഒരു എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈം ആയാലും സെക്കൻഡ് ടൈം ആയാലും ഓരോ പ്രാവശ്യം വന്ന് ലൈവായിട്ട് കാണുക എന്ന് പറയുന്നത് സംതിങ് ഡിഫറെൻറ്റ്. അക്കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ കൊച്ചു വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുവാണ്. സോ ദിസ് ഇസ് ഓവർ തിങ്കർ പൈസിയൻ ആൻഡ് ദിസ് ഇസ് മൈ ഫ്രണ്ട് ഗായത്രി സൈനിങ് ഓഫ്. ബൈ.